ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ചേച്ചി. ചേച്ചി എന്താ വരയ്ക്കാൻ പോണേ? ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ, നമുക്ക് നമ്മൾ ഗാന്ധിജീനെ അങ്ങോട്ട് വരയ്ക്കാം. ഗാന്ധിജീനെയോ? എന്നാൽ ഗാന്ധിജീനെ വരച്ചിട്ട് എനിക്ക് തരാൻ കഴിയുമോ? ആ, തരാലോ. ആർക്ക് വേണമെങ്കിൽ തരാം. എന്തായാലും നമ്മൾ ഈ ഗാന്ധിജീനെ നമ്മൾ നല്ല പെർഫെക്റ്റ് ആക്കിയിട്ട് വരയ്ക്കണം. എന്നിട്ട് ഞാൻ എനിക്ക് തരാം. ആ, എങ്ങനെയായാലും ഗാന്ധിജീനെ വരച്ച് എനിക്ക് തന്നെ തരണം. വേറെ മാറ്റമൊന്നുമില്ലേ? ഇല്ലില്ല, ഞാൻ നിനക്ക് തന്നെ തരാം. ആ, പിന്നെ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് അമ്മ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് കുറേ നേരം ഇതുവരെ വന്നിട്ടില്ല. ഓ, അവർ സ്ഥിരം പോകുന്ന പോലെ അവിടെ ഇവിടെയൊക്കെ പോയി അയൽവാസിനൊക്കെ കണ്ട്, പിന്നെ ആ അയൽവാസി അമ്മയും കൂടി വേറെ അയൽവാസിൻ്റെ വീട്ടിൽ പോയി അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് വന്ന്, അമ്മ നിന്നോട് എന്ത് പറഞ്ഞിട്ടാ പോയത്? ഞാൻ കുറച്ച് കഴിയുമ്പോൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട്. ആ, അപ്പം എന്തായാലും ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നീ പ്രതീക്ഷിച്ചാൽ മതി. നമ്മൾ ഗാന്ധിജി ഇപ്പോൾ എവിടെ എത്തി? ഇതാ കണ്ണാട വരച്ച് സുന്ദരക്കുട്ടപ്പനായി. പിന്നെ അമ്മ അവിടെ നീ തിന്നെടുത്തിട്ടുണ്ടോ? ഞാൻ പോയി നോക്കിയിട്ട് വരാവേ. ആ, നീ പൊക്കോ. അത്രയും നല്ലൊരു സമാധാനം കിട്ടി. ഓ, ഇപ്പോൾ ഈ ഗാന്ധിജീനെ എങ്ങനെയൊന്ന് റെഡിയാക്കുക? ചേച്ചി എന്ത് വാടി ഇത് നോക്കിയ എന്ത് ചായയിൽ ഫുള്ള് ഉറുമ്പ് കയറി. ഒരു ഉറുമ്പല്ലേ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതൊക്കെ നമ്മൾ ഗാന്ധിജീനെ കാണാൻ രസമുണ്ടാവും. പിന്നെ അല്ലാണ്ട് ഗാന്ധിജീനെ കാണാൻ എന്ത് രസമാണെന്നറിയോ? എനിക്കിതെന്തായാലും വേണം. ഞാൻ അത് വെട്ടിയ കുഴപ്പമുണ്ടോ? വെട്ടിക്കഴിഞ്ഞാൽ എന്നെ ഞാൻ കൊല്ലും. അല്ല പിന്നെ മനുഷ്യ കഷ്ടപ്പെട്ട് വരച്ചോട് വെട്ടാൻ പോകണം. ആ വെട്ടനല്ലേ എൻ്റെ ചുറ്റും ഇത് എവിടെയും വെട്ടാൻ നിൽക്കണം. ആ ഗാന്ധിജി അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നിനക്ക് വേണമെന്നല്ലേ പറഞ്ഞത്? പിന്നെ എനിക്ക് വേണ്ടേ? നല്ല രസമുണ്ട് കാണാൻ. ഓ, നീ കൊണ്ടുപോയിക്കോ. ഓക്കെ, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഓക്കെ, എന്നാ കൊണ്ടുപോയിക്കോ. അമ്മ വരുമ്പോൾ അമ്മേനോട് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ പറഞ്ഞേക്കേ. ഓക്കെ ചേച്ചി, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ബൈ ബൈ.